നമസ്കാരം, സുരേഷ് ഹൈദരാണ്. ഒരു അടിപൊളി സംഭവം നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ വന്നത് ഒരു സിനിമാക്കാർക്ക് പറ്റിയ സൂപ്പർ ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ബിദ്രയിലാണ്. ബിദ്ര തോട്ടുമുക്ക് മേമലയിലെ ഒരു അടിപൊളി ഫാമിലാണ്. 17 ഏക്കറിലുള്ള ഒരു ഫാമാണ് വാസ്കോ ഫിഷ് ഫാം. ഞാനിപ്പോൾ നിൽക്കുന്നത് അരണ്യങ്ങളെ കണ്ടുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് സിനിമാക്കാർക്ക് ഏറ്റവും പറ്റിയ അടിപൊളി ലൊക്കേഷൻ ആയിരിക്കും. സിനിമ മാത്രമല്ല, എല്ലാവർക്കും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വരാം, ഇതിന് മീൻ പിടിച്ച് നിങ്ങൾ കറി വെക്കാം. അതുപോലെ തന്നെ ആടുണ്ട്, താറാവുണ്ട്, കോഴിയുണ്ട്, എന്ത് ഐറ്റം വേണം നിങ്ങൾ പാചകക്കാരെ കൊണ്ടുവന്നാൽ പാചകം ചെയ്യാനുള്ള നല്ലൊരു അടുക്കള ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ പുറത്തും നിങ്ങൾക്ക് മേക്ക് ചെയ്യാം. അതുപോലെ ഫയർ ഡാൻസുകൾ ഉപയോഗിക്കുന്നവർക്ക് അത് ചെയ്യാം. അപ്പോൾ എല്ലാം വേണമല്ലോ, ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ. അതെല്ലാം നിങ്ങളിത് കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ മറക്കണ്ട, ബിദ്രയിലെ മേമലയിലെ വാസ്കോ ഫിഷ് ഫാമിന്റെ അടിപൊളി കാഴ്ച ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ വന്നുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ റൂമിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡാമിൽ ഇങ്ങനെ വെള്ളം ഒഴുകി നിൽക്കുന്നതും അരണ്യങ്ങൾ ഇങ്ങനെ പോകുന്നതും ഒക്കെ കാണാനുള്ള പ്രകൃതി രമണീയമായ സ്ഥലമാണ്. വലത്തോട്ട് നോക്കിയാൽ നമ്മൾ ആ പൊന്മുടിയുടെ മറുഭാഗമായിട്ട് വരും. ഇതിന്റെ റൂം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ മനോഹരമായ റൂമുകളാണ്. ഇത് താഴെ 2 ബെഡ്റൂം, മേളിൽ 1 ബെഡ്റൂം ഇതുപോലെ തന്നെ ഉള്ളത്. അതുപോലെ തന്നെ നല്ലൊരു ഹാളും ഉണ്ട്. ആ ഹാളിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 10-50 പേരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അവനുള്ള ആവശ്യത്തിനുള്ള ആ ഫുഡിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാൽ നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ പാചകം ചെയ്ത് ഇവിടെ മത്സ്യം കിട്ടും, അതുപോലെ കോഴി കിട്ടും, ആട് വേണമെങ്കിൽ ആട് കിട്ടും. പിന്നെ ഫ്രൂട്ട്സ് ഐറ്റം നമുക്ക് എല്ലാ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, റംബുട്ടാനുണ്ട്. അങ്ങനെ ഒരു വളരെയധികം സൂപ്പറായിട്ടുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ സിനിമാക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് വന്നു കഴിഞ്ഞാൽ 10-50 പേരെ അക്കോമഡേറ്റ് ഉള്ള സ്ഥലമുണ്ട്. വലുതായിട്ട് കണ്ടിട്ടില്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ കഴിയുന്നതും ആൾക്കാരുടെ അടുത്ത് പ്രൊമോഷൻ കൊടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല സുന്ദരമായ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. 3-4 ഐറ്റം കഴിയെല്ലാം വരാല്ലേ. ഇങ്ങനെ നമ്മൾ ഇതിനെ പിടിക്കുന്നേ വലയിട്ട് പിടിക്കോ? ആ, ചൂണ്ടയ്ക്ക് പിടിക്കും. ഇവിടെ മറ്റേ ആസാം വാളയുണ്ട്, പിന്നെ സിലോപ്പിയുണ്ട്, പിന്നെ വേറെ 1-2 ഐറ്റം മീനുകളുണ്ട്. 3 കിലോ 3.5 കിലോ വരെ വരുന്ന വലിയ മീനുകളുണ്ട് ഇവിടെ. അതെ, ഇപ്പം വലിയ സൈസ് മീനുണ്ട്. ഇത് ഇപ്പോഴും വരത്തില്ല. അത് വൈകുന്നേര സമയത്തായിരിക്കും അത് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. 3 കിലോ വരെ ഉള്ളുണ്ട്. നമ്മള് ക്ലീൻ ചെയ്ത് വേണമെങ്കിൽ കൊടുക്കും, അല്ലെങ്കിൽ വരുന്നവർക്ക് വേണമെങ്കിൽ ക്ലീൻ ചെയ്യാം. തൂക്കി കൊടുക്കും. നമ്മള് കിലോയാണ്. 1 കിലോ 250 രൂപ വില വെച്ചാണ് കൊടുക്കുന്നത്. വാങ്ങാൻ ആൾ വരുന്നുണ്ട്. അതുപോലെ ആട്, കോഴി നാടൻ കോഴിയുണ്ട്, പോരൻ കോഴി, ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ്. മറ്റേ വെള്ളക്കോഴി ഇല്ല, നാടൻ കോഴി ഐറ്റംസ് ആണ്. അപ്പോൾ സിനിമാ ഷൂട്ടിങ്ങുകാർക്ക് ലൊക്കേഷൻ നോക്കി അലയേണ്ട കാര്യമില്ല. വനത്തിന്റെ പ്രതീതിയും അതുപോലെ തന്നെ ഗാർഡന്റെ പ്രതീതിയും എല്ലാം ജനിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ വാസ്കോ ഫിഷ് ഫാം. ബിദ്രയിലെ തോട്ടുമുക്കിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ്. അതായത് ബിദ്രയിൽ നിന്ന് തോട്ടുമുക്കിൽ വന്നതിന് ശേഷം നിങ്ങൾ 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എസ്റ്റേറ്റുകളുടെ നടുവിൽ കൂടി ഈ ഭാഗത്തെത്താം. കൊച്ചി പെഡൽ ബോട്ടുകളുണ്ട്, അത് സഞ്ചരിക്കാം. ഇഷ്ടം പോലെ ഫ്രൂട്ട്സുകളുണ്ട്, മാംഗോസ്റ്റിൻ, അതുപോലെ റംബൂട്ടാൻ, കൈതച്ചക്ക എല്ലാം ഉണ്ട്. ഇതുപോലെ മനോഹരമായ, ഇതുപോലെ ശാന്തമായ ഒരു അന്തരീക്ഷം ഒരിക്കലും കിട്ടില്ല. താഴെ 2 ബെഡ്റൂം, മോളിൽ 1 ബെഡ്റൂം, കിച്ചൺ, ഔട്ട്ഡോർ പാചകം ചെയ്യാനുള്ള സംവിധാനങ്ങൾ, ഗ്യാസ് എല്ലാം കിട്ടും. പാചകക്കാരെ കൊണ്ടുവരാം, അല്ലെങ്കിൽ പാചകക്കാരെ ഈ റിസോർട്ടുകാർ തന്നെ സംഘടിപ്പിച്ചു തരും. അപ്പോൾ വളരെ വന്യമായ ഒരു സ്ഥലം കൂടിയാണ്. ഇതിന്റെ പിന്നിലേക്ക് നോക്കുമ്പോൾ വനത്തിന്റെ പ്രതീതിയുണ്ട്. എല്ലാ ഷൂട്ടിങ്ങുകാർക്കും ഏത് രീതിയിലുള്ള ഷൂട്ടിങ്ങിനും പറ്റിയ സ്ഥലമാണ്. സിനിമാക്കാർക്കാണ് ഏറ്റവും നല്ലത്. ആൽബം ഷൂട്ട് ചെയ്യാം, ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യാം, എല്ലാം പ്രത്യേകമായ അന്തരീക്ഷത്തിലാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതിന്റെ ഒത്തിരി കാഴ്ചകളുണ്ട്, ഒന്ന് കാണാം. സലാമക്കയുടെ നടനം ഒക്കെയാണ് ഒരുപാട് സിനിമയിൽ. എൻ്റെ ഒരു ഷോർട്ട് മൂവിയിലെ ഒരു വില്ലൻ ഇൻസ്പെക്ടർ ആയിരുന്നു. പക്ഷേ ജീവിതത്തിലും SI ആയിട്ട് വിരമിച്ച ആളാണ്. അപ്പൊ എങ്ങനെയുണ്ട് റിസോർട്ട്? സൂപ്പർ. ഇതാണ് പറഞ്ഞാൽ ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ സ്ഥലം തന്നെ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അല്ലാതെ തന്നെ എൻജോയ് ചെയ്യാനായിട്ട് വരാൻ പറ്റിയ, ഫാമിലി ആയിട്ട് വരാനും കിടക്കാനും ഒക്കെ ഉള്ള എല്ലാ സംവിധാനവും ഉണ്ട്. ഇവിടെ തന്നെ പാചകം ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ ആളിനെ ഒപ്പിച്ചു തരും. പിന്നെ അല്ലെങ്കിൽ നമുക്ക് കൊണ്ടുവന്ന് ചെയ്യാം. ഇതിലെല്ലാം കിട്ടും. കോഴി, ആട്, പിന്നെ മത്സ്യം നമുക്ക് തന്നെ പിടിച്ച് അവർ തരും. നല്ല ശുദ്ധജലത്തിൽ വളരുന്ന മീൻ തൂക്കി തരും. ഇത്ര കിലോ വേണമെങ്കിലും തരും. അപ്പൊ എല്ലാവിധ മീനും ഉണ്ട്. നല്ല ഒരു റിസോർട്ട് ഈ അടുത്തൊന്നും നമുക്ക് കിട്ടത്തില്ല. ഈ ഡാം സൈറ്റ് അപ്പുറത്ത് പറഞ്ഞാൽ പൊന്മുടിയുടെ മലയുടെ ഒരു ചരിവാണ് അപ്പുറം. 2 പെഡൽ ബോട്ടുകളുണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പെഡൽ ബോട്ടിൽ സഞ്ചരിച്ച് ഫിഷിനെയൊക്കെ കണ്ട് ബോട്ട് ഇരുന്ന് മീനൊക്കെ പിടിച്ചു പോകാം. ഒരു ശല്യമില്ലാത്ത മേഖലയാണ്. അതിന്റെ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഒരു വനത്തിന്റെ ഉള്ളിലുള്ള നിൽക്കുന്ന പ്രതീതിയുള്ള സ്ഥലമാണ്. എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ഇതേപോലെ അത്രയും ഫെസിലിറ്റി ഉള്ള അടുത്തുള്ള ഒരു റിസോർട്ടൊന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. കാരണം ഇതൊക്കെ പുറത്തൊക്കെ ഇരുന്ന് കണ്ടോ, ഇതൊക്കെ ആളുകൾ വരുമ്പോഴത്തേക്കെല്ലാം ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ ഫയർ ഡാൻസ് ഒക്കെ ചെയ്യാം, അത് സെറ്റപ്പ് ഒക്കെ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ഹട്ടൊക്കെ പണിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്.
നല്ല അടിപൊളി വരിക്ക റംബൂട്ടാനാണ് കേട്ടോ. ഇതൊക്കെ കൊടുത്ത് നിർത്തിക്കാണ്. അപ്പൊ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് റംബൂട്ടാൻ പറിച്ച് കഴിക്കുന്നത് കാണിച്ചു തരാം. മുളങ്കാട്ടിലാണ് പിന്നെ റംബൂട്ടാനൊക്കെ ഇവിടെ പഴുത്ത് നിൽക്കുകയാണ്. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന വരിക്ക എന്ന് പറയുന്ന ഐറ്റമാണ് ഒന്നല്ലേ. ഇതൊക്കെ നമ്മൾ കുരു അപ്പോഴേ വിട്ട് അങ്ങോട്ടെല്ലാം നിൽക്കുകയാണ്. ഇഷ്ടം പോലെ ഉണ്ട്. കാറ്റിൻ്റെ താരാട്ട് പാട്ടൊക്കെ കേട്ട് വനത്തിൻ്റെ ഒരു പ്രതീതി ജനിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്കൊരു ശാന്തമായ അന്തരീക്ഷത്തിലുള്ള റിസോർട്ട്, അത് വാസ്കോ ഫിഷ് ഫാം റിസോർട്ട് എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വിതിരയിൽ നിന്നും 4 കിലോമീറ്റർ സഞ്ചരിച്ച് തോട്ടുമുക്കിലെത്തി നിങ്ങൾ തോട്ടം വഴി കയറി വന്നാൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്തായിരിക്കും എത്തുന്നത്. അപ്പോൾ അടുത്ത സ്ഥലം ഇനിയും കാണാനുണ്ട്. നാടൻ ആടും നാടൻ കോഴിയും നാടൻ താറാവും എല്ലാം ഉണ്ട് നിങ്ങളെ കാത്തിരിക്കുന്നു. നാട്ടുവഴികൾ പോലെയുള്ള വഴികളാണ്. ഇവിടെയൊക്കെ നമുക്ക് പാട്ട് സീനൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ്. നല്ലൊരു നദിയുടെ കരയ്ക്ക് നിൽക്കുന്ന സീനിലേക്ക് ക്യാമറ ട്രിക്കുകൾ കൊണ്ട് ചെയ്യുന്ന ക്യാമറാമാർക്ക് ചെയ്യാൻ പറ്റും. വെള്ളത്തിൻ്റെ നടുക്കാണ് നമ്മൾ ഈ താമസിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് AC എല്ലാം ഉണ്ടെങ്കിലും ഒന്ന് ഉപയോഗിക്കാതെ തന്നെ ഇവിടെ കിടക്കാൻ പറ്റും. കണ്ടമാനം മത്സ്യമുണ്ട് കേട്ടോ. ഇപ്പോൾ റിസോർട്ട് ചുറ്റിക്കാണാൻ കുറേ ഉണ്ട്. 17 ഏക്കറിനകത്താണ് റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഈറയൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ടോ. പച്ചപ്പിൻ്റെ ഒരു സ്ഥലം തന്നെയാണ്. ഇങ്ങനെ നമ്മുടെ അരയന്നങ്ങളൊക്കെ അണ്ണനെ കണ്ടോണ്ട് വരുമെന്നുണ്ടോ? അരയന്നങ്ങളൊക്കെ വരുന്നുണ്ടോ? തീറ്റ വന്നപ്പോഴത്തേക്ക് ആളിനെ അറിയാം. അടിപൊളി. വിനോദനെ കണ്ടപ്പോൾ വരുന്നുണ്ട്. ഞങ്ങൾ വന്നോണ്ടായിരിക്കും. ഓ, തീറ്റ അവിടെ വെച്ചോണ്ട് പോയതല്ലേ? അവർക്ക് അറിയാം. അറിയുന്നുണ്ടോ തീറ്റയുടെ സമയത്തുണ്ട്. അപ്പൊ നമുക്കിവിടെ വന്ന് നമ്മുടെ അരയന്നപ്പുഴകളെല്ലാം കൂടെ ശബ്ദം ഉണ്ടാക്കുന്നത്. ഭയങ്കര ശബ്ദമാണ്. ഹായ് ആ ശബ്ദം. അങ്ങനെ അരയന്നങ്ങളുടെ കാഴ്ചയും അവിടെ ശബ്ദമൊക്കെ കേട്ട് നമുക്കിങ്ങനെ ഇരിക്കാം കേട്ടോ. നല്ല മനോഹരമായ ഒരു റിസോർട്ട്. ഇതൊരു നാച്ചുറലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരിക്കും നമുക്ക് ഇങ്ങനെ ഭംഗി തോന്നുന്നത്. താഴെ കുളത്തിൽ മീനുണ്ട്. എല്ലാ മീനും ഉണ്ട്. അതിപ്പോ കുറച്ച് കാട് കയറി കിടക്കാം. നമുക്ക് ഇവിടെ ആവശ്യത്തിന് മീൻ ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇപ്പൊ പിടിക്കാറില്ല. ഇതേ ഹൈറ്റ് തന്നെ ഉണ്ടോ നമ്മുടെ ഇപ്പുറം കിടക്കുന്ന ഈ വെള്ളത്തിന്? ഈ താഴെ കാണുന്ന ഹൈറ്റ് ആണ്. ഏകദേശം 20 അടിക്ക് മേളിലെ ഹൈറ്റ് ഉണ്ട്. അത്രയും ഹൈറ്റ് വെള്ളം ഇവിടെ മേളിലുണ്ട്. ബോട്ടിംഗ് ഒക്കെ നമ്മള് മറ്റേ സേഫ്റ്റി സാധനങ്ങളൊക്കെ ഇട്ട് ജാക്കറ്റ് ഇട്ടാണ് ചെയ്യുന്നത് അല്ലേ? അതെ അതെ അതെ. അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടുന്ന് നമ്മള് വെള്ളം നിറയാറുണ്ടോ? മഴക്കാലത്ത് വെള്ളം നിറഞ്ഞ് ഓവർപ്ലേ ആയി അടുത്ത കുളത്തിലോട്ട് പോകും. അവിടെ നിന്ന് പിന്നെ ഇങ്ങനെ അരുവിയിലോട്ട് അങ്ങ് പോകും. ഇതിന്റെ ഇടയ്ക്കൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ പിടിച്ചു കിടക്കുന്നുണ്ടോ? ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷിയുണ്ട്. പൂത്ത് കിടക്കാണ് കേട്ടോ. ഒരു ഫോറസ്റ്റിന്റെ ലൊക്കേഷൻ കാണുന്നത് പൊന്മുടി മേഖലയാണ്. അതിന്റെ ഒരു താഴെ ഭാഗമൊക്കെയാണ് കാണുന്നത്. ഇവിടെ വന്നാൽ ഡ്രാഗൺ ഫ്രൂട്ടും കഴിക്കാൻ കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വിളഞ്ഞ് പഴുത്ത് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നിൽക്കുന്നു. വീണ്ടും പിടിച്ചൊക്കെ വരുന്നു. എല്ലാം ഉള്ള റിസോർട്ടാണ്. വാസ്കോ ഫാം റിസോർട്ടിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു പഴയ സിനിമയിലൊക്കെ കാണുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. നമ്മൾ പണ്ട് കൊതിയ സിനിമയിലൊക്കെ കാണുന്ന ഒരു സീനാണ്. പിന്നിൽ വിളക്കുകാലുകളും അതുപോലെ തന്നെ പുഴയുടെ ഓരവും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ റിസോർട്ട് മനോഹരമാണെന്ന് പറയാം. സന്ധ്യ സമയത്ത് ഇവിടെ നിൽക്കണം എന്നാണ് പറയുന്നത്. ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നല്ല രസമാണ്. നിങ്ങൾ കാണുമ്പോൾ ഒരു വനത്തിന്റെ പ്രതീതിയാണ്. വന്യമൃഗങ്ങളൊന്നുമില്ല, പേടിക്കണ്ട. പക്ഷേ ഇതൊരു വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഇവിടെ ഒരു അടിപൊളി ഫാം ഇതായിരിക്കും. വാസ്കോ ഫിഷ് ഹബ്ബാണ് എന്ന് തന്നെ പറയാം. അതുപോലെ റിസോർട്ടും വാസ്കോ ഫിഷ് ഹബ് റിസോർട്ടിലെ റംബൂട്ടാൻ കൃഷിയുടെ സ്ഥലമാണ്. ഇഷ്ടംപോലെ പിടിച്ചിടകമാണ്. ഇപ്പോൾ സീസണാണ്. താഴോട്ടുണ്ട്. ഏക്കർ കണക്കിന് കൃഷിയുണ്ട്. അപ്പോൾ ഇത് മൊസമ്പിയാണ് പിടിച്ചിടക്കുന്നത്. മൊസമ്പിയൊക്കെ ഇഷ്ടം പോലെ പിടിക്കും. ഇതെല്ലാം ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് തന്നെ കൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ മൊസമ്പി ഇഷ്ടം പോലെ പിടിച്ച് കിടപ്പുണ്ട്. ഉണ്ടല്ലേ? പഴുത്തില്ല. പഴുത്തതൊക്കെ അവർ പറിച്ചു. വിതിരയിലെ വാസ്കോയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്. പല വൃക്ഷങ്ങൾ കാണുക മാത്രമല്ല
ഫലങ്ങൾ കഴിക്കാം. അതുപോലെ താമസിച്ച് ഉല്ലസിച്ച് പോകാൻ പറ്റിയ ഒരു നല്ല അറ്റ്മോസ്ഫിയറാണ്. എല്ലാവിധ ഫെസിലിറ്റിയുള്ള ഒരു ഫാമാണ്. ഈ റിസോർട്ടിൻ്റെ നമ്പർ നമ്മൾ തരും. അപ്പോൾ നിങ്ങൾക്ക് വിളിച്ചിട്ട് ഷൂട്ടിംഗ് ആവശ്യമുള്ളവർക്കോ അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റിയവർക്കോ ഒക്കെ ദിവസം വന്ന് പോകാൻ പറ്റും. റിസോർട്ടിൻ്റെ ലൊക്കേഷൻ ഒന്ന് കാണണം. എന്ത് മനോഹരമാണെന്ന് അറിയാമോ? ഒരു സൈഡിന് വനമേഖലയുടെ ഭാഗവും ഒരു സൈഡിന് കൃഷിയും താമസിക്കാനുള്ള സ്ഥലവും അതുപോലെ തന്നെ ഫിഷ് ഹബ്ബും. നിങ്ങൾക്ക് ഇത്രയും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം ഇറങ്ങി കിട്ടത്തില്ല. ബ്രീഡ് നാരങ്ങ, ചെറിയ തൈര് ചെറുനാരങ്ങ പിടിച്ച് കിടക്കുന്നുണ്ടല്ലേ, അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നാരങ്ങയാണ് പിടിച്ചു കിടക്കുന്നത് അല്ലേ. ഇതൊക്കെ ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് പോകുന്ന നാരങ്ങയാണ് പിടിച്ചു കിടക്കണം. ഫാമിൻ്റെ നമ്മുടെ നാടൻ ആടുകൾ ഇട്ടേക്കുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടെ വരുന്നവർക്ക് നാടൻ ആട്ടിറച്ചിയും കഴിക്കാം, നാടൻ കോഴിയിറച്ചിയും കഴിക്കാം. പേടിക്കണ്ട, രാത്രി വന്നാൽ പറ്റോടത്ത് പേടിച്ചു. ഞങ്ങൾ മാന്തി വന്നപ്പോൾ കുറേ പരിപാടി ഇരിക്കുന്നുണ്ട്, പേടിച്ചു. ചേച്ചിയാർ കോഴികൾ കൂവി സ്വീകരിക്കുന്നു. നാടൻ കോഴികൾ അതേ പോര് കോഴികൾ നിൽക്കുന്നുണ്ട്. പോര് കോഴികളെ കാണാൻ ഇതിനകത്ത് അടിപൊളി കോഴികളാണ്. കൊത്തുമെന്നുള്ള പേടിയുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ വന്നാൽ ഇതിനെയൊക്കെ നമുക്ക് മേടിച്ച് നല്ല രീതിയിൽ നാടൻ കോഴിയിറച്ചി കഴിക്കാൻ പറ്റും. ഒറിജിനൽ കോഴികളാണ്. ഇവിടെ തന്നെ ആടിനെ റെഡിയായി കൊടുക്കും ആളുണ്ടോ? ഇവിടുത്തെ ആളാണല്ലേ. അപ്പൊ ആടിനെ ഇവിടുന്ന് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഒരു ടീം വന്നവർക്ക് പാചകം ചെയ്ത് നമ്മൾ നാടൻ ആടുകളെ ഇട്ടിരിക്കുന്ന ആണ്. ഇത് വരുന്നവർക്ക് ഒരു വലിയ ടീം ഉണ്ടെങ്കിൽ അല്ലേ, വലിയ ടീമായിട്ട് വരുന്നവർക്ക് മട്ടൺ കഴിക്കാനായിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ലെവലായിട്ട് തൂക്കി നമ്മൾ കൊടുക്കും അല്ലേ. പാചകം ചെയ്യാൻ ആളിനെ വെച്ച് കൊടുക്കും. ആവശ്യം പാചകത്തിന് വേണമെങ്കിൽ അതും ചെയ്ത് കൊടുക്കും അല്ലേ. എല്ലാം നാടൻ ബ്രീഡാവുള്ളൂ അല്ലേ, ക്രോസാ കൂടുതലുള്ളത്. പക്ഷേ ഇറച്ചിക്ക് നല്ല ടേസ്റ്റ് അല്ലേ. കൊടുക്കുന്നുള്ളൂ, വേറെ ഒന്നും ആർട്ടിഫിഷ്യലായിട്ടൊന്നും കൊടുക്കുന്നില്ല. അടുത്ത മുട്ടനാട് ഇതൊക്കെ കിലോ എന്തോ വരെ ഉണ്ട് ഈ മുട്ടനാടിന്റെ റേറ്റ് അനുസരിച്ചിരിക്കും. വിലയുള്ള ഐറ്റംസ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വിതുരയിലെ വാസ്കോ ഫിഷ് ഫാം റിസോർട്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു അല്ലേ, എല്ലാവരും കണ്ടു. അപ്പോൾ അതുപോലെ തന്നെ ആടും നാടൻ കോഴിയും കരിങ്കോഴി അതുപോലെ പോരുകോഴി, നാടൻ ബ്രീഡ് ആടുകൾ, മത്സ്യം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഈ റിസോർട്ടിൽ താമസിച്ച് ആഹാരം അടിച്ചു പൊളിച്ച് പാചകം ചെയ്ത് കഴിക്കാം. നിങ്ങൾ പാചകക്കാരനെ കൊണ്ടുവന്നാൽ ഇവിടുന്ന് ബാക്കി സൗകര്യങ്ങൾ ഒപ്പിച്ചു തരും, അല്ലെങ്കിൽ ഇവർ പാചകക്കാരനെ തരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആടിനെയൊക്കെ തൂക്കി വാങ്ങി കോഴിയൊക്കെ തൂക്കി വാങ്ങി ഇവിടെ വെച്ച് തന്നെ ഫയറൊക്കെ ചെയ്ത് സൂപ്പറായിട്ട് ഫുഡൊക്കെ കഴിച്ച് അടിച്ചു പൊളിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണ് വിതുരയിലെ ഈ വാസ്കോ ഫിഷ് ഫാം റിസോർട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വരണം. നിങ്ങൾക്ക് ഇവിടേക്ക് വരാനുള്ള വഴിയും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നാലെ വന്നോളൂ.